ഇന്നത്തെ വ്ളോഗ് ഓണത്തിന് ഞങ്ങളെല്ലാവരും കൂടി ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഓണം കഴിഞ്ഞിട്ട് ഒരു മാസമായെങ്കിലും എനിക്കിപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ സമയം കിട്ടിയതെന്നല്ല, ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കൊന്നും പ്രോപ്പറായിട്ട് ഓൺ ടൈമിൽ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ, അതായത് നാട്ടിൽ ഫാമിലിയുടെ ഒപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഓണക്കോടി എടുത്തു കൊടുക്കണം എന്ന് ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഓണത്തിന് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് വാങ്ങി കൊടുക്കും. ഇനി ഡ്രസ്സ് വാങ്ങി കൊടുക്കാത്ത ആൾക്കാർ ഡ്രസ്സ് വാങ്ങാനുള്ള കാശായിട്ട് കൊടുക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഒരുമിച്ച് എല്ലാവർക്കും കൂടി പോയി എടുക്കാം എന്നുള്ള ഒരു പരിപാടിയിൽ ഞാനും വല്യമ്മയും അമ്മയും കുഞ്ഞുമാമനും തിങ്കളും ചേട്ടനും എല്ലാവരും കൂടി അങ്ങ് പോയി. ചേട്ടന് നല്ല ഡ്രസ്സ് സെലക്ഷൻ ഉള്ളതുകൊണ്ടും എനിക്ക് അധികം നിന്നിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, കാലിലെ നീരും വേദനയും കാരണം. അത് കാരണം ഫുൾ ആ ഒരു സെലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചേട്ടനങ്ങ് ഏറ്റെടുത്തിട്ട് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ചേട്ടനാണ് സെലക്ട് ചെയ്തത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഈവനിങ് വീട്ടിൽ വന്നപ്പോൾ അണ്ണൻ്റെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര വലിയ ആഘോഷമാണ്. എല്ലാ കാര്യങ്ങളും ചെറിയ കുട്ടി കാര്യങ്ങളാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴും ഞങ്ങൾ പോകുന്നത് വരെയും എപ്പോഴും വീട് ബഹളമായിരിക്കും, എല്ലാ ആൾക്കാരും ഉണ്ടാവും വീട്ടിൽ. ഇത് അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ അമ്മയുടെ സിബ്ലിങ്സ് എല്ലാം ഒട്ടുമിക്ക ആൾക്കാരും ഒരു 2-3 ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും അടുത്തടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഉണ്ടാവും. നമ്മൾ ക്ഷണിച്ച് വരുത്തേണ്ട ആവശ്യമില്ല. ആ പരിപാടിയിൽ എല്ലാവരും ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മുതൽ ഇൻവോൾവ് ആയിരിക്കും. ഇത് അണ്ണന് മാത്രം ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഈ പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതൊന്നും അണ്ണൻ അറിഞ്ഞിട്ടില്ല. കേക്ക് മേടിച്ചതും ഇവരെല്ലാവരും വീട്ടിൽ വന്നതും ഒന്നും അണ്ണൻ അറിഞ്ഞിട്ടില്ല. ചേട്ടൻ അണ്ണനായിട്ട് പുറത്ത് പോയേക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വരുമ്പോൾ ചെരുപ്പൊക്കെ പുറത്ത് കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും അകത്തുന്നുള്ളത്. അങ്ങനെ കാത്തിരുന്ന് ബർത്ത്ഡേക്കാരനെ എത്തി കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to you. അടുത്ത വർഷം ചിലപ്പോൾ ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിലുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു അവസരങ്ങളും ഞങ്ങൾ പാഴാക്കാറില്ല. എന്തെങ്കിലും കുട്ടി സംഭവങ്ങളാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. ഇനി ഈ വീഡിയോ ഒക്കെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞെടുത്ത് നോക്കുമ്പം അതിന് വേറൊരു ഫീൽ ആയിരിക്കത്തില്ലേ. ഈ കുഞ്ഞു പിള്ളേരൊക്കെ വലുതായിട്ടുണ്ടാവും. അങ്ങനെ പിള്ളേരും അണ്ണനും കൂടി ചേർന്നിട്ടാണ് കേക്കെല്ലാം കട്ട് ചെയ്തത്. പിള്ളേർക്കൊക്കെ കേക്ക് കട്ടിങ് പരിപാടി ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് കേക്കെല്ലാം കട്ട് ചെയ്തു. കേക്കെല്ലാം കട്ട് ചെയ്തത് പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ അതിന് ശേഷം ക്ലീൻ ചെയ്യുന്നത് നല്ല മെനക്കെട്ട പരിപാടിയായിരുന്നു. പിന്നെ ഇന്ന് ഡിന്നറും അവിടെ നിന്ന് തന്നെ ആയിരുന്നു എല്ലാവരും കഴിച്ചത്. ചേച്ചി ചപ്പാത്തിയും അൽഫാമും പിന്നെ ബീഫ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇതെല്ലാം ചെയ്യുന്നത്, ചേച്ചി സ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ എല്ലാ പരിപാടിക്കും ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഇതുവരെയും പറ്റാത്തൊരു കാര്യം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് ഈ വക കാര്യങ്ങൾ ചേച്ചി ചെയ്യുന്ന കാണുമ്പോൾ. ഭയങ്കര പ്രൗഡുമാണ്. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇത് വളരെ ഒരു കുട്ടി വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഇതും ഒരു മെമ്മറി ആണല്ലോ എന്ന് കരുതി ഇതെല്ലാം കൂടെ ക്യാപ്ചർ ചെയ്തതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.